എളമരം യത്തീംഖാനയിൽ മെയ് 7 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മക്കളുടെ നിക്കാഹ് ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടക സമിതിയും യത്തീംഖാന ഭാരവാഹികളും എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3.5 വയസ്സ് മുതൽ യത്തീംഖാന ഏറ്റെടുത്ത് ഉയർന്ന വിദ്യാഭ്യാസം നൽകി ജോലി ലഭ്യമാകുന്ന നിലയിലേക്ക് തൊഴിലധിഷ്ഠിത കോഴ്സും പഠിപ്പിച്ച 2 വിദ്യാർത്ഥികളുടെ നിക്കാഹാണ് എളമരം യത്തീംഖാനയിൽ മേൽനോട്ടത്തിൽ നടത്തുന്നത്. സാധാരണഗതിയിൽ എളമരം യത്തീംഖാനയിൽ പഠിച്ച കുട്ടികളുടെ വിവാഹത്തിന് ചെറിയ രീതിയിലുള്ള സഹായം വീട്ടിലെത്തിച്ചു നൽകുകയാണ് പതിവ്. എന്നാൽ ഈ 2 കുട്ടികളുടെ വിവാഹം ഏറ്റെടുത്ത് നടത്താൻ അവരുടെ കുടുംബങ്ങൾക്ക് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് അവരുടെ ആവശ്യപ്രകാരം അവരുടെ വീടായി പരിഗണിച്ച് യത്തീംഖാന ഈ നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. നമ്മുടെ എളമരം യത്തീംഖാനയിൽ ഈ വരുന്ന മെയ് 7-ാം തീയതി 2 കുട്ടികളുടെ കല്യാണം നടക്കുകയാണ്. ഒരു യത്തീം കുട്ടിയും ഒരു അഗതി കുട്ടിയാണ് കല്യാണമാണ് നടക്കുന്നത്. അവർ 2 പേരും യത്തീം കുട്ടിയും അഗതി കുട്ടിയും നമ്മുടെ എളമരം യത്തീംഖാനയിൽ 3.5 വയസ്സ് മുതൽ എളമരം യത്തീംഖാനയിൽ വന്ന് പഠനം പൂർത്തീകരിക്കുകയും അവർക്ക് വേണ്ട ഡിഗ്രി SLC കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിപ്പിക്കുകയും അതിനുശേഷം ജോലിയാക്കി കൊടുക്കുകയും ചെയ്ത് അവരുടെയും അവരുടെ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം നമ്മൾ യത്തീംഖാനയിൽ വെച്ച് ആ കല്യാണം നടത്തപ്പെടുകയാണ്. ഈ 7-ാം തീയതി വിപുലമായിട്ട് നല്ല ജനപങ്കാളിത്തോടുകൂടി ഒരു 5000 ആളെ പരിപാടി വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി എളമരം യത്തീംഖാനയിൽ എത്തിച്ചേരുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. KV മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ്റെ അഭിലാഷ സ്വപ്നമായ മക്കളെ ഒരു കരയിലെത്തിപ്പിക്കുക എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് പാവങ്ങളായ യത്തീമുകളായ അഗതി അനാഥ മന്ദിരം, എളമരം യത്തീംഖാന അഗതി അനാഥ മന്ദിരത്തിൽ ബഹുമാനപ്പെട്ടവരുടെ സ്വപ്നമായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആരാരുമില്ലാത്തവരെ ഉത്തരവാദിത്തപ്പെട്ട് സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുക എന്ന ഒരു ദൗത്യം. അതിൻ്റെ ഭാഗമായി അർഹരായ 2 മക്കളുടെ വിവാഹമാണ് ഈ വരുന്ന മെയ് 7-ാം തീയതി എളമരം യത്തീംഖാന ക്യാമ്പസിൽ വെച്ച് നടക്കപ്പെടുന്നത്. പ്രസ്തുത പരിപാടിയിൽ സയ്യിദുൽ ഉലമയും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ സ്ഥാപന പ്രസിഡൻ്റാണ്, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ, നിയുക്ത MLA TP അഷ്റഫ് അലി സാഹിബ് തുടങ്ങിയ നാട്ടിലെ പ്രമുഖരായ മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കുന്ന ഒരു മഹാസംഗമം. 3:30 മണിയോടുകൂടെ നമ്മുടെ വിവാഹം സംഗമം തുടങ്ങുകയാണ്. 3:30 മണിക്ക് നമ്മൾ തുടങ്ങുന്നത് ഈ നാട്ടിലുള്ള പ്രത്യേകിച്ച് വാഴക്കാടും അതിൻ്റെ പരിസരവാസികളുമായ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന, അതിനോട് മഹബത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ സംവിധാനത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് കൂടുതലും ആളുകൾ. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും പരിഗണിക്കുക എന്ന അടിസ്ഥാനത്തിൽ മുതിർന്ന പ്രായമുള്ള രോഗികളായ ആളുകളെയും അതോടൊപ്പം തന്നെ വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ മറ്റു തടസ്സങ്ങളൊക്കെ ഉള്ളവരെ പരിഗണിക്കുക എന്ന അടിസ്ഥാനത്തിൽ 3 മണിയോടുകൂടെ നമ്മൾ പരിപാടി തുടങ്ങി 5 മണിയോടുകൂടെ ഭക്ഷണം കൊടുക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നേതാക്കൾ നിക്കാഹിന് വേണ്ടി 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരും. സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ മക്കളുടെ പ്രതീക്ഷക്കുറിച്ച് ആരുമില്ല എന്നൊരു തോന്നലിൽ നിന്ന് എല്ലാവരും ഉണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടി ആ 2 മക്കളുടെ വിവാഹമാണ് നടക്കുന്നതെങ്കിൽ പോലും അവിടെ പഠിക്കുന്ന 50ഓളം യത്തീംഖാനയിലെ മക്കളുണ്ട്. അവർക്ക് ആരാരുമില്ല എന്ന തോന്നലുകളെ ഞങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ അവരോട് കൂടെ ചേർന്ന് നിൽക്കാനുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഒരു ബൃഹത്തായ ഒരു പരിപാടിയിൽ ഏകദേശം ഒരു 5000 ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും 10 കിൻഡൽ ഭക്ഷണവും അതിനാവശ്യമാകുന്ന എല്ലാ തയ്യാറെടുപ്പോടുകൂടെയാണ് സ്ഥാപനം ഒരുങ്ങി നിൽക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായാലും അതിന് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും യത്തീംഖാന കമ്മിറ്റി ചെയ്യപ്പെടുന്നുണ്ട്.
നമ്മുടെ പരിപാടിയുടെ ചെയർമാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണ്. അതിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ പ്രധാന മെമ്പറും കൂടിയായ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി അവറുകളാണ്. സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി KV മുഹമ്മദ് സാഹിബ് അവറുകൾ. സ്ഥാപനത്തിൻ്റെ ട്രഷററാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുറഹ്മാൻ. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ കോർഡിനേറ്ററാണ് ബഹുമാനപ്പെട്ട നാഫി അമാനി ഉസ്താദ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജോഹർ ഉസ്താദ് അടക്കമുള്ളവർ നിങ്ങളെ ക്ഷണിക്കുന്നത് വരാനിരിക്കുന്ന ഞാൻ പറഞ്ഞ 50ഓളം കുട്ടികൾക്കുള്ള പ്രതീക്ഷയാണ്. ഏത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആ മക്കൾക്ക് ആരാരുമില്ല എന്ന തോന്നലിൽ നിന്ന് നമ്മളൊക്കെ അവരുടെ കൂടെയുണ്ട്. നിങ്ങൾ ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും അതിനാവശ്യമാകുന്ന എന്തൊക്കെ സഹായങ്ങളാണോ ആ സഹായങ്ങളൊക്കെ ആ സ്ഥാപനത്തിൽ ചെയ്തു തരുന്ന ഞങ്ങളുണ്ട് എന്നൊരു വിശ്വാസം അവരിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും 3 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാ പരിപാടിയുടെ അങ്കണത്തിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന് ആ പരിപാടിക്ക് വൻ വിജയമാക്കണമെന്നും. നമുക്കറിയാം സാമ്പത്തികമായി ചെലവ് വരും. ഏകദേശം 30ഓളം ലക്ഷമായിരുന്നു നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ മഴ കാലാവസ്ഥയാകുമ്പോൾ കുറച്ചും കൂടി ഏകദേശം 35ഓളം ലക്ഷം നമ്മൾ സാമ്പത്തിക ബാധ്യത ചെലവുകൾ എന്താകുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ സഹായ അസ്ത്രങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സ്ഥാപനത്തിൽ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുമെന്നറിയാം. അതും കൂടി ഓർമ്മപ്പെടുത്തി എല്ലാവരും നമ്മുടെ മക്കളുടെ പിതാക്കളായി, മാതാവായി, ജ്യേഷ്ഠനീയ സഹോദരന്മാരായി അവർക്കെല്ലാമായി ഇൻഷാ അല്ലാ നമ്മൾ ഓരോരുത്തരും മാറണം. അള്ളാഹുവിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും മെയ് 7-ാം തീയതി വ്യാഴാഴ്ച എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇൻഷാ അല്ലാ പരിപാടിയുടെ ഭാഗമാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KV മുഹമ്മദ്, മാനേജർ മഹ്മൂദ് ജലാലി, ട്രഷറർ KV മുഹമ്മദ് അബ്ദുറഹ്മാൻ, കോർഡിനേറ്റർ നാഫി യമാനി, പ്രിൻസിപ്പൽ ജൗഹർ ജലാലി എന്നിവർ സംസാരിച്ചു. നിക്കാഹ് ചടങ്ങിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, ബഷീർ അലി ഷിഹാബ് തങ്ങൾ, മുനവർ അലി ഷിഹാബ് തങ്ങൾ, മാനു തങ്ങൾ, സയ്യിദ് റാജിഹ് അലി ഷിഹാബ് തങ്ങൾ, BSK തങ്ങൾ എന്നിവർ പങ്കെടുക്കും. അതോടൊപ്പം ET മുഹമ്മദ് ബഷീർ MP, TV ഇബ്രാഹിം, TP അഷ്റഫ് അലി, OP അഷ്റഫ്, ജബ്ബാർ ഹാജി, PKC അബ്ദുറഹ്മാൻ, MK നൌഷാദ് എന്നിവരും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായും സംബന്ധിക്കും. മതസാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഗഫൂർ ദാരിമി മുണ്ടക്കുളം, മഹ്മൂദ് ദാരിമി, വലീദ്ദീൻ ഫൈസി വാഴക്കാട്, അബ്ദുറഹ്മാൻ ദാരിമി മുണ്ടേരി, യൂനുസ് ഫൈസി വെട്ടുപാറ എന്നിവരും സംബന്ധിക്കും. യത്തീംഖാനയിലെ മക്കളുടെ നിക്കാഹ് സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും പ്രതീകമാണെന്നും എല്ലാ മഹല്ലുകളിലെയും ജനങ്ങളും പങ്കെടുത്ത് ഈ സൽപ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.